അമ്മച്ചി എന്ത് കരയണെന്ത്? മക്കളെ കാര്യമൊന്നും അറിഞ്ഞില്ല ഈ വീട്ടില്. കാര്യം ഇല്ല, അറിഞ്ഞില്ല. എനിക്ക് 2 മക്കളാണ്. എനിക്കറിയാം. ഇളയ ചെറുക്ക അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കണത്. മൂത്തൊരു ചെറുക്കമുണ്ട്. എനിക്കറിയാം, മറ്റേ കിഴക്ക് ഗവേഷണ കേന്ദ്രത്തിൽ ഡെയിലി മാജിസ്ട്രേറ്റ് ചെറുക്കൻ, മൂത്ത ചെറുക്കൻ. അവൻ കഴിഞ്ഞ ആഴ്ച അവങ്ങ് മലബാറില് പോയി. മലബാർ അവന്റെ കൂട്ടുകാരന്റെ സഹോദര കല്യാണം. സഹോദരിയുടെ അവിടെ ചെന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞ് അമ്മ എന്റെ കല്യാണം കഴിഞ്ഞെന്ന്. അതെങ്ങനെ? ആ കെട്ടായിരുന്ന ചെറുക്കല്ലേ സഹോദരിയെ അവൻ പറ്റിച്ച് തേച്ചളഞ്ഞ് അവൻ മുങ്ങി. അവസാനം ഇവൻ ഭയങ്കര സത്യസന്ധനാണല്ലോ. ആ കൊച്ചിനെ കെട്ടിക്കൊണ്ട് വരട്ടാൻ ചോദിച്ചു. നല്ലൊരു കാര്യമല്ലേ? ഞാൻ പറഞ്ഞ മക്കളെ വരാൻ പറഞ്ഞു. വന്ന് ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ വിളിച്ച് കയറ്റി. സംഭവം എന്തിനാണ്? ഞാനൊരു അമ്മായിയമ്മയാണല്ലോ, ഒറ്റയ്ക്കാണ് താമസിക്കണത്. എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ല. പക്ഷെ ഇവള് വന്ന് കയറിയ ശേഷം അവള് മിണ്ടുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അവളങ്ങ് മലബാറുകാരിയല്ലേ. അവളെ ഭാഷ എനിക്കും മനസ്സിലാവില്ല, എന്റെ ഭാഷ അവക്കും മനസ്സിലാവില്ല. ഓ അത് ശരിയാ, മലബാറിലെ ഭാഷയാകുമ്പോ ഇവിടെ തിരുവനന്തപുരത്തുള്ള മനസ്സിലാവൂല. ഞാൻ ഇവിടെ പാലെടുത്ത് എടുക്കണല്ലേ മക്കളെ. മലബാറിലുള്ള നാട്ട് ഒരുമിച്ച് പോവൂ? ഇല്ല, എനിക്ക് എന്റെ ആശകളെല്ലാം പോയി മക്കളെ. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മായിമ പോരെ കെടുക്കണോന്ന്. അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ നിന്ന്. ഇനിയിപ്പോ ഞാൻ ആരെടുത്ത് അമ്മായിമ പോരെടുക്ക്. നിങ്ങക്ക് എന്തരമ്മ? സ്വന്തം തള്ള ഇവിടെ നീറി നിൽക്കണ്. എന്റെ കരച്ചിലാവും പാട്ടാക്കിയടാ. ഞാനല്ല പാട്ടാക്കിയത്, നിങ്ങളാണ് പാട്ടാക്കിയത്. ഇപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം? എടേ ആ കൊച്ചു പറയണത് കന്നഡയാണ്, ഉറുദുവാണ്, എനിക്കൊന്നും മനസ്സിലാവില്ലത്. അയ്യോ അത് അവളുടെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ അവള് ജനിച്ചത് കാസർഗോഡാണ്. അപ്പൊ അവളുടെ അച്ഛനെ കണ്ണൂർ ജോലി കിട്ടി. അവള് കണ്ണൂർ പോയി. അപ്പൊ അവളുടെ അച്ഛനെ കോഴിക്കോട് ജോലി കിട്ടി. അപ്പൊ കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് മാഹിയിൽ വന്ന്, മാഹിയിൽ നിന്ന് വീണ്ടും കണ്ണൂർ വന്ന്, കണ്ണൂരിൽ നിന്ന് വീണ്ടും കാസർഗോഡ് വന്ന്, അങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോ ആ കൊച്ചിന്റെ ഭാഷ എങ്ങനെ? അതിന് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടാ? മക്കളെ നീ കേക്കണം, ഇന്നലെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഇല എടുത്തോണ്ട് ഇങ്ങനെ ഏയിച്ച്. അപ്പൊ ഇവളൊന്നും എന്റെ അടുത്ത് പറയണ്, അമ്മ ഇല എടുത്തോണ്ട് ചാടാൻ. ഈ വയ്യാത്ത മുട്ടുള്ള ഞാൻ ഈ ഇല എടുത്തോണ്ട് തവള ചാടും പോലെ ഇങ്ങനെ ചാടി വാഴപ്പുഴ വരെ പോയി. ചെന്നപ്പോ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്. നിന്നെ ചോദിക്കാണ്, നിങ്ങൾ ഇതുവരെ ഇല എടുത്തോണ്ട് ചാടില്ലേന്ന്. മക്കളെ സ്വപ്പം കൂടി ചാടിയിരുന്നെങ്കിൽ ഞാൻ പൊട്ട കടത്തി വീണത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത ചെട്ട് അടിയന്തരായിരുന്നേനെ. ഇഡ്ഡലിയും കഴിച്ചോണ്ട് നിനക്കും അവക്കും ഇല എടുത്തോണ്ട് ചാടാൻ. അമ്മ ഇല എടുത്തോണ്ട് ചാടാൻ പറഞ്ഞാ ഇല കൊണ്ട് കളയാൻ, അത്ര പ്രശ്നമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അറിയാമോ, ആ ജാനമര മോളെ കെട്ടാൻ പറഞ്ഞ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞാണ് ജാനമര മോളെ കെട്ടാൻ പറഞ്ഞു. നീ കെട്ടിയാ? നീ കെട്ടിയിരുന്നെങ്കിൽ ആ കൊച്ചു ഈ വീട്ടിൽ വന്നേനെ. 2 ദിവസം കഴിയുമ്പോ ഞാൻ അവളോട്ട് ചെറിയ ഉരസിൽ ഉടങ്ങിയാന്. അവള് 2 പറയും, ഞാൻ 4 പറയും. ഇത് അവളമ്മ ജാനമ്മ അറിയും. അവള് വരും. അവളിവിടെ വന്നിരുന്നെങ്കിൽ അവള് ഞാനും കൂടി മുറ്റത്തിടുന്ന ഉരുളക്കൊണ്ടായിരുന്നു. ഇത് കാണുമ്പോ അവളെ മാപ്പിള വരും. അവന്റെ നെഞ്ചാ മൂടി നോക്കി ഞാൻ ചുടുവട്ടം ഇറക്കിയായിരുന്നു. ഞാൻ അവളെ മടൽ വെട്ടി പ്രേട്ടത്തിൽ കയറ്റി കൊടുത്തു. അങ്ങനെ 3 കൂടി ഓടി സ്റ്റേഷനിൽ ചെല്ലും. സ്റ്റേഷനിൽ ചെല്ലുമ്പോ മക്കളെ ഈ എസ്ഐയുടെ മുമ്പ് ഇരുന്ന് ചീത്തുളിക്കുന്ന സുഖം ബന്ധുക്കളെ പറഞ്ഞിരിക്കാൻ പറ്റൂല. അവസാനം പഞ്ചായത്ത് മെമ്പർ വന്ന് ഇതെല്ലാം പ്രശ്നം പരിഹരിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് സമാധാനായിട്ട് പായോട്ട് കിടക്കുമ്പോ കിട്ടുന്ന കുളിരുണ്ടല്ല, അപ്പകത്തെ കുളിരാണ് കുളിര്. അതൊക്കെ അറിഞ്ഞൂടാ. അപ്പൊ വഴക്ക് തീർന്നതിന്റെ കുളിരായിരിക്കും അമ്മ? അല്ലല്ല, ഞാൻ വീണ്ടും തുടങ്ങണ്ടേ അതിന്റെ കുളിര്. നിങ്ങളെ ഒരു കാര്യം പറയാം, എന്തായാലും അവള് വന്നു ഒരു കുറച്ച് ദിവസം നിങ്ങൾ ക്ഷമിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കുളിര് നടത്താം. പക്ഷെ അവള് പറയണ കുളിരും കൂടെ കേട്ടോണം. പിന്നെ ഞാൻ എന്റെ പട്ടിയാക്കും അവള്. അല്ല, അവൾ എവിടെ പോയി? ആ വാഴപ്പുറത്തോട്ട് പോണുണ്ടോ? അയ്യോ അമ്മ ദാ വരണ്ട നിങ്ങളെ മരുമോള്. വെയിലാ മുറ്റത്ത്. ഒന്നൊക്കെ പിന്നെ ഒന്നും അറിയണ്ടല്ലോ, ഈ പുറേ കുത്തിയിരുന്നാ മതിയല്ലോ. മനുഷ്യൻ കൊയങ്ങി. മനുഷ്യൻ കുറങ്ങിന്ന് അമ്മ മനുഷ്യൻ കുരങ്ങെന്നല്ല, മനുഷ്യൻ കുഴഞ്ഞു, മനുഷ്യൻ തളർന്നു. മനസ്സിലാണോ ആവശ്യം പറയേണ്ടത്? നീ ഇതെവിടെ
പോരുന്നു ഇത്ര നേരം? ഞാൻ പയ്യനെ മാറ്റിക്കട്ടെ. ആണാ? ആ ഞാൻ പയ്യനെ മാറ്റി കെട്ടിയപ്പോ പയ്യെ കെട്ടയച്ച് അങ്ങ് കണ്ടത്തിലേക്ക് മാണ്ടി. മണ്ടി അത്ര മൈൻഡൊന്നും എനിക്കില്ല. പയ്യ മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യ കയറ് പൊട്ടി ചോടി. അങ്ങനെയായിരുന്നു. മക്കള് പറ. അനീഷേട്ടാ നിങ്ങള് കേക്കണോ? പയ്യ മണ്ടിയില്ലേ, പയ്യന്റെ വൈത്താലെ ഞാനും മണ്ടിക്കോ. മണ്ടി 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 ഇവിടെ രാജേട്ടില്ലേ ആ തൊടിയത്തെ രാജേട്ടൻ വീട്ടിലെത്തി പയ്യി. എന്നിട്ടേ അവിടുത്തെ പട്ടീന്റെ ബസ്സിയൊക്കെ തട്ടിമറിച്ചിട്ട് അനീഷൊരു കാര്യം ചെയ്യണോ, ആ പട്ടീന്റെ ബസ്സി പൊട്ടിയല്ലോ, വേറെ ബസ്സി വാങ്ങി കൊടുക്കണേ. അയ്യോ മേടിച്ചു കൊടുക്കാം കേട്ടാ. പറഞ്ഞത് രാഘവന്റെ വീട്ടിലെ പട്ടിയുടെ പാത്രം നമ്മളെ പശു ഓടി പൊട്ടിപ്പോയി. അതിന് ആഹാരം കഴിക്കാൻ പുതിയ പാത്രം മേടിച്ചു കൊടുക്കണം. അതാ പറഞ്ഞത്. അത് അറിഞ്ഞൂടായിരുന്നു മക്കളെ. മക്കളെ വന്നാണ്. എന്തമ്മ? അമ്മ ഒരു കാര്യം പറയട്ടെ. ഒരു കണക്ക് ഈ അമ്മ ചെയ്യണത് തെറ്റല്ലേ മക്കളെ? ഒന്നുമില്ലെങ്കിൽ ആ കൊച്ചങ്ങ് അത്രയും ദൂരത്തിൽ നിന്നൊക്കെ വന്നത്. കല്യാണം നമ്മളെ ഭാഷ നമുക്ക് അറിയണം, നമ്മളെ ഭാഷ അവർക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാ വാവിട്ട് പറഞ്ഞു നോക്കണം. അമ്മയ്ക്ക് മനസ്സിലായില്ല, അത് വിട്ടുകളയും. പോട്ട് 2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ. 2-3 ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റും, സുഖമായിട്ട് പഠിക്കാം. മക്കളെ എടുത്ത് ക്ഷമിക്കണേ മക്കളെ. അമ്മ മക്കളെ പിന്നെ ഈ ഇറങ്ങിപ്പോ എന്നതിന് എങ്ങനെ പറയുന്നത് ചോദിച്ചു നോക്കാണ് മക്കളെ. മോളെ ഈ ഇറങ്ങിപ്പോന്ന് നിങ്ങളെ ഭാഷയിൽ എങ്ങനെ പറയും? കീഞ്ഞു പോ. തള്ളനോട് മിണ്ടാതെ കുത്തിനോട് പറ. ഞാൻ ഇങ്ങോട്ട് കീഞ്ഞു പോണ ഇങ്ങനെ കെട്ടിക്കൊള്ളുന്നതാണോ മനുഷ്യ? അമ്മക്ക് തള്ളനോട് കീഞ്ഞു പോകാൻ പറ. അമ്മ എന്തോ നമ്മ നിങ്ങൾ ഈ കാണിക്കണത്? അപ്പു കോഴിക്കോടുള്ളല്ലേ, അവയെ പിടിച്ചു നോക്കി അറിയാം. എന്റെ വീട്ടിൽ നിങ്ങളെ പറയോ എന്നെ കെട്ടിക്കൊണ്ടുവന്നത് നിന്റെ പറയാണ്, നിന്റെ പറയാണ്. അമ്മ അവള് പാവല്ലേ അമ്മ, വിളമ്മ. അതുപോലെ എന്റെ ഭർത്താവുണ്ടെങ്കിൽ വീടാണ്. ഈ വീട്ടിൽ എന്തിനാണോ ഞാൻ തീരുമാനിക്കും. ഞാൻ ഇവിടെ ചിലപ്പം ഡാൻസ് കളിക്കൂടി, ചിലപ്പോ ഞാൻ മൂന്നാക്കി, ചിലപ്പോ ഞാൻ ഇവിടെ ഫാഷൻ ഷോ ഫാഷൻ പറയും. എവിടെ അയ്യോ സുധാകരന്റെ ഫാമിലി, രവി ഫാമിലി. അയ്യോ ഹരിയാണ വന്നിരിക്കാണ്. പോയതാ വീട്ടിൽ. ഞാൻ പലതും കാണിക്കൂടാ. ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ. ഇവിടെ ഒത്തിരി ജീവിക്കട്ടോ. ഇവിടെ പോണതിന് മുമ്പായിട്ട് എന്നെ 2 മാറ്റോണ്ടേ പോവുള്ളൂ. നീ പോണേന് മുമ്പ് നിനക്ക് 2 തന്നിട്ടേ വിടുള്ളൂ. നിന്നെ തച്ചു ഒന്ന്. തയ്യൽ മിഷൻ മാറ്റി തയ്യൽ മിഷൻ മേടിച്ചു കൊടുത്ത് തയ്ക്കണ തയ്യലല്ല. അവളെ അടിച്ച അവള് നിങ്ങളെ അടിക്കും. അമ്മച്ചി അടിക്കും. അമ്മച്ചിക്ക് ഭയങ്കര മക്കളെ അവരെറിയും, നീ കുനിയണം. അവരെറിയും. 1 2 3 അയ്യോ അയ്യോ, ഭാര്യയും അമ്മയും കൂടെ എല്ലാം അടിച്ചു കൊല്ലാൻ പോലെ. നിങ്ങള് കുഞ്ഞില്ലേ നീ? എന്ത് മനുഷ്യനങ്ങള്. ഞാൻ നീ കുനിയണേ നോക്കിക്കൊണ്ട് കെട്ടോ തച്ചു നിങ്ങൾ. ഞാൻ തച്ചു മക്കളെ. അമ്മയെ ഒന്നും ചെയ്യല്ലേ. മക്കളെ പിള്ളേരെന്തുകൊണ്ടൊന്നും ചെയ്യല്ലേ. മക്കളെ എന്റെ പൊന്നുമാരെ അറിയല്ലേ. അയ്യോ
മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. എനിക്കറിയാം ഞാൻ എറിയുമ്പോ തള്ള കുനിയും കുനി തള്ള. അയ്യോ സകല ഞാൻ ഒരു കാര്യം പറയാം. ഈ പരിപാടി ഇവിടെ പറ്റൂല. നീ ഒരു പാവപ്പെട്ട പെണ്ണെന്ന് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നു. നീ ആ കല്യാണം വീട്ടിരുന്ന് കല്യാണത്തിന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് അമ്മച്ചിനെ അല്ല ഇനി ഒന്നും ബാക്കി വെച്ചില്ല. എക്സ്റേ എടുത്ത് നോക്കിയാൽ കുറച്ച് ഭസ്മം കിട്ടും. ഒരു കാര്യം തീരുമാനിച്ചു. എനിക്ക് 2 മക്കളില്ല, ഒരു ചെറുക്കനേ ഉള്ളൂ. അപ്പൊ ബാംഗ്ലൂരിന്റെ ഇളയ മോൻ. അപ്പൊ ഞാനായിട്ട് പിരിഞ്ഞ്. അയ്യോ, നീയായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ നോക്കിക്കോ, ബാംഗ്ലൂരിൽ നിന്ന് ചെറുക്കൻ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് മലയാളം മണിമണിയിൽ പറയുന്ന പെണ്ണുകൊണ്ട് കെട്ടിക്കും. എന്നിട്ട് ഞാൻ അവളുമായിട്ട് അമ്മായിമ്മ പോയി നടത്തുക. അമ്മായിമ്മ പോയി ഞാൻ അവളോട്ട് നടത്തും. പറഞ്ഞു തരുന്നില്ല. ചെറുക്കൻ വിളിക്കണം, അനിയൻ വിളിക്കണം. പെട്ടെന്ന് വരാൻ പറ. എനിക്ക് വയ്യ. നീ പറ, നാട്ടിലോട്ട് വരാൻ പറ. ഉണ്ടാക്കണം പെട്ടെന്ന് ആവട്ടെ. അവൻ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. നിങ്ങളെ ബാംഗ്ലൂരെ മോന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അവന്റെ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യണ ഒരു കന്നഡ പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് അവൻ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കും. ഇനി ഞാൻ എന്തോ ചെയ്യും? 2ന്റെ ഇടയിൽ കിടന്ന് ഞാൻ പൊളയുമല്ല. സന്തോഷമാവതി അമ്മ. ഓ കന്നഡ കുത്തു. എന്റെ മക്കളെ, എന്റെ കന്നഡത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്ത് തീറ്റ് നശിപ്പിക്ക് വെട്ടി കീറ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ബേജാറായി ഇടാ കണ്ട അവള് പട കേട്ടാ ഞാൻ ചാവാറായെന്ന്. നീ പോടി മനുഷ്യ കുരങ്ങ്.